ഹായ് എല്ലാവർക്കും നമ്മളെ ഈദ് മുബാറക്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ. എന്നാലും നമ്മളെ വകയുള്ള ഈദ് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ പെരുന്നാൾ ദിവസം. ഇന്നത്തേത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പെരുന്നാൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളിവിടെ തിരൂരങ്ങാടിയിൽ തന്നെയാണ് എല്ലാ പ്രാവശ്യവും പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് നിഷ്കാക്കാൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോവലില്ല. നമ്മൾ രണ്ടാം പെരുന്നാൾക്കാണ് പൊതുവേ പോകാറുള്ളത്. റയറായിട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം രാത്രി പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാവിലെ അതെ ഉച്ചക്ക് അങ്ങോട്ടേക്ക് പെരുന്നാൾ കൂടാനായിട്ട് പോണത്. ആഫ്റ്റർ ലോങ് 15 years അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം കേശന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഞാൻ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് കൂടിയിട്ടില്ല. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ബ്രദറും ഫാമിലിയും എല്ലാരും ഉണ്ട്. അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞ വെക്കേഷൻ അല്ലേ, ഇവിടെ പോരെ, ഉച്ചക്ക് തന്നെ പോരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇഷ്കാക്കാക്ക് പൊതുവെ ഇഷ്കാക്കാന്റെ വീട്ടിൽ ഇങ്ങനെ പെരുന്നാളൊക്കെ കൂടി അതാണ് ഇഷ്ടം അല്ലെ. പിന്നെ എനിക്കും, അതായത് ഇവിടെ എല്ലാരും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോണതിനെ പറ്റി നമ്മൾ ആലോചിക്കലേ ഇല്ല. പക്ഷെ ഇവിടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാരും കൂടിയായിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ദിവസം പോണതറിയില്ല. പൊന്നാനിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ പെരുന്നാള് ഉച്ചക്ക് ശേഷം എല്ലാവരും കൂടിയില്ല, അതായത് നമ്മളെ TK തറവാട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു 150 പേരില്ലേ, എത്ര പേരൊക്കെ ഉണ്ടാവും, 200 അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെരുന്നാളാണ് ഉണ്ടാവില്ല. വലിയൊരു ഈദ് സംഗമം തന്നെയാണ് ഉണ്ടാവല്. അപ്പൊ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ കൂടുതലും എത്തലില്ല. ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് തറവാട്ടിലും കൂടി ആകുമ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഉണ്ടാവലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ തിരൂരങ്ങാടിയിൽ ഇദ്ഹാക്ക് കഴിഞ്ഞ് വന്ന് ഇവിടുത്തെ എല്ലാവരും സിസ്റ്റേഴ്സൊക്കെ ഒരാൾ വരാണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈദ് മെസ്സേജ് കേൾക്കാം. എല്ലാ പെരുന്നാൾക്കും നിഷ്കാക്കാന്റെ വക ഒരു ഈദ് മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇന്നും അത് തെറ്റിക്കണില്ല. ഓക്കെ, ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആഘോഷങ്ങളല്ലേ ഉള്ളത്. അതിലൊന്നാണ് ഈ ബലിപെരുന്നാൾ അല്ലേ. എല്ലാ ആഘോഷങ്ങളും നമ്മൾ മെയിനായിട്ട് എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഐക്യപ്പെടുത്തുക, അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ ബലപ്പെടുത്തുക. ഇതൊക്കെയാണ് ഏത് ആഘോഷത്തിൻ്റെയും പിന്നിലുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കാതൽ. ഇപ്പം നമ്മളെ വീട്ടിലൊരു വലിയൊരു ആഘോഷമാണല്ലോ കല്യാണം എന്ന് പറയുന്നത് അല്ലേ. ആ കല്യാണത്തിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ നമ്മളെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കും. എന്തിനാണ്? ആ ആഘോഷം വഴി നമ്മൾ നമ്മളുടെ കുടുംബ ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുക, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം ഏതായാലും അതൊന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് എല്ലാ ആഘോഷങ്ങളുടെയും ഉദ്ദേശം. അതുപോലെ തന്നെയാണ് പെരുന്നാളും. നമ്മൾ കുടുംബ ബന്ധങ്ങൾ പുതുക്കണം, സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെല്ലാവരെയും വിളിക്കണം അല്ലേ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോലെ ഒരു വഴിക്കും തിരിച്ചു വരല് വേറെ വഴിക്കും എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. എന്താ, അത്രയും ആൾക്കാർ നമ്മൾ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടും അവരുമായിട്ടുള്ള ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ പെരുന്നാളുകൾ, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റുമാണ്. അതുവഴി നമുക്കൊരു നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും അല്ലേ. അങ്ങനെ അത് പലപ്പോഴും നമുക്കറിയാം, ഇതൊന്നും കഴിയാത്ത ചില കുടുംബങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ അങ്ങോട്ടും ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഭയങ്കര തർക്കം, അല്ലെങ്കിൽ സ്വരച്ചേർച്ചില്ലായ്മ, ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ അവർക്ക് ഒരുമിച്ച് പെരുന്നാൾ സന്തോഷത്തിൽ ആഘോഷിക്കാൻ കഴിയാറില്ല. പലപ്പോഴും പല കുടുംബങ്ങളിലും സ്വാഭാവികമാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും ആദ്യം ആ പ്രശ്നം തീർത്ത് നന്നാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഏറ്റവും നല്ല വ്യക്തി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഫസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സാഹോദര്യത്തിൻ്റെ ഇടയിൽ നിങ്ങൾ നന്മ കൊണ്ടുവരണം, നന്നാക്കണം നമ്മുടെ സാഹോദര്യം. ഇത്തഖില്ല, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് അത് നന്നാക്കണം എന്ന്, സാഹോദര്യം നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം ലാലക്കും തുർഹമോൻ, നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പം നമ്മൾ ഈ ബന്ധങ്ങൾ നശിപ്പിച്ച നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ പടച്ചവൻ എടുത്തു കളയാൻ പറ്റും എന്നുള്ള നിലക്കാണ്. നമ്മൾ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഏത് നില എത്ര വലിയ ഉന്നത സ്ഥാനത്തുള്ളവരായിക്കോട്ടെ, നമ്മളുടെ ഈ സാഹോദര്യത്തെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതൊക്കെ എടുത്തു കളയാൻ പടച്ചവന് ചെറിയൊരു സമയം മതി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഖുർആനിലുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങളൊക്കെ നന്നാക്കി നല്ലൊരു പെരുന്നാളിനുള്ള ഒരവസരമാവട്ടെ ഇതെന്ന് എല്ലാവരോടും ആശംസിച്ചുകൊണ്ട്
ഈ പ്രാവശ്യത്തെ മെസ്സേജ് ഇതിലൊതുക്കുകയാണ്. ഓക്കെ, എന്തായാലും അടിപൊളി മെസ്സേജ് ആണല്ലേ, കുടുംബ ബന്ധത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അല്ല, ആ കുടുംബ ബന്ധത്തിന്റെ പേരിലാണല്ലോ ഇപ്പൊ റിഫി പറഞ്ഞത് ഞാൻ അവിടെ കൂടുതൽ ഇങ്ങോട്ട് വരലില്ല. അപ്പൊ ഇവിടെയും കൂടണം എന്ന് ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുമ്പോ വലിയ കൊറേ ഒരു ഗ്രൂപ്പ് അവിടെ നമ്മള് മക്കള് നമ്മളവിടെ തിരൂരങ്ങാടിയിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു 2 ജനറേഷൻ ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കള്, പേരക്കുട്ടികൾ, മരുമക്കൾ, അങ്ങനെ എല്ലാരും കൂടിയിട്ടല്ല. പക്ഷെ പൊന്നാനിയിൽ അങ്ങനെയല്ല. ഇവിടത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മരുമക്കത്തായ സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ കൊറേ അന്നുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ ഫാമിലീസ് കൂടുന്നത്. അപ്പൊ നമുക്ക് ഇടക്ക് തോന്നും ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. പല വീടുകളിലായിട്ടാണ് നടക്കാറുള്ളത്. ആദ്യമൊക്കെ നമ്മളെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു പൊന്നാനി. പിന്നെ കുറെ കാലം അങ്ങനെ നടത്തിയിരുന്നത്. പിന്നെയാണ് ഇങ്ങനെ പല പല വീടുകളിലേക്ക് ആക്കിയത്. പോയ വീട്ടുകാര് പിന്നെ നടത്തുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണാം. തലേ ദിവസത്തെ പെരുന്നാൾ സ്വീറ്റും കാര്യങ്ങളും അതുണ്ടാക്കലും ഒക്കെ കാണാം. ഓക്കെ, അതിനിടയിൽ ഇതാ കുട്ടികളൊക്കെ ഇവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കേശ കുറേ ടൈമായിട്ടോ മൈലാഞ്ചി ഇട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കണ്. അങ്ങനെ ഇതാ ബ്രദറിൻ്റെ മോള് വന്നപ്പോൾ അവരെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ ഓൾറെഡി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ തന്നെ മൈലാഞ്ചിട്ട്, മറ്റേത് പെരുന്നാൾ രാവിലെ സ്വീറ്റ്സ് ഉണ്ടാക്കലും പിന്നെ മൈലാഞ്ചി ഇടലും എല്ലാം കൂടിയിട്ട് ആകെ ഹറി ബറിയാവും. പിന്നെ മൈലാഞ്ചി ഇട്ടില്ലെങ്കിലാണെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല. നെക്സ്റ്റ് ഇതാ നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിസ്ത ആവശ്യമുണ്ട്, കുറച്ച് അധികം തന്നെ. അപ്പോൾ പിസ്തൻ്റെ തോടൊക്കെ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത്. ഇന്നത്തെ നമ്മളെ സ്വീറ്റിന് ആവശ്യമായിട്ട് ഇതാ ഡേറ്റ്സ്, ചോക്ലേറ്റ്, പിസ്ത, ഇത്രയും ഈ 3 സാധനങ്ങൾ മാത്രം മതി. പേരെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പിസ്താഷ്യൂ ചോക്കോ ഡേറ്റ്സ്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ല, ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുരു കളഞ്ഞിട്ട് ഈത്തപ്പഴം ഇങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഞാൻ വരച്ചു കൊടുത്തതാ. ഈത്തപ്പഴത്തിൻ്റെ കുരു കളയുകയാണ് കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കുരു ഇതാ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കളയുകയാണ്. തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള പിസ്ത കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. നമുക്ക് പിസ്താഷ്യൂ പേസ്റ്റാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ഫസ്റ്റ് ഇതാ ഫുള്ളായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, മധുരത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതാ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ മിൽക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സംഭവമൊക്കെ റെഡിയാക്കാം. എല്ലാ ഈത്തപ്പഴവും ഇതുപോലെ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിതാ പിസ്താഷ്യൂ പേസ്റ്റാണ് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് മേലേക്ക് ഇതാ ചോക്ലേറ്റ്. സംഗതി ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം കേട്ടോ. 2-3 ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഫസ്റ്റ് ഡേറ്റ്സ്, പിന്നെ അതിന് മേലെ പിസ്താഷ്യൂ പേസ്റ്റ്, പിന്നെ ചോക്ലേറ്റ്, ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് കാഷ്യൂ പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. രാവിലെ ഇതാ 7 മണിയാണിപ്പോൾ. നല്ല മഴ പെയ്യാണ് കേട്ടോ, നല്ല സ്ട്രോങ് മഴയാണ്. നമ്മളൊക്കെ ഇതാ കുട്ടികൾ എല്ലാവരും റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലൊക്കെ. എന്തായാലും വന്നു. ഇതാ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മളെ റിലേറ്റീവ്സിനെയും നൈബേഴ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസം പുതിയ ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ വരിക എന്നുള്ളത് ഭയങ്കര രസമല്ലേ.
ഞാൻ കുട്ടികൾ ചെറുതാകുമ്പോൾ വരെ അതെനിക്ക് മിസ്സാക്കണത് ഇഷ്ടമല്ല കേട്ടോ. ഈവൻ കേശയും ക്യാനി നല്ല കുഞ്ഞ് ബേബീസ് ആയിരുന്നു. അവരെ ഉറക്കത്തിൽ നിന്നെടുത്ത് ക്യാരിക്കോട്ടൊക്കെ പിടിച്ചിട്ട് ഞാൻ വരുമായിരുന്നു പള്ളിയിലേക്ക്. അതൊരു രസമാണ്. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. നമ്മൾ നിസ്കരിക്കാനായിട്ട് വന്ന ഓർഫനേജ് ഗ്രൗണ്ടിൽ തന്നെയാണ് ഉപ്പ മുമ്പ് വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഉപ്പ 16 കൊല്ലത്തോളം ഇവിടെ TTC പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ്സാണിത്. അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ്. പിസ്താഷ്യോ ചോക്കോ ഡേറ്റ്സ്, ചോക്ലേറ്റും ഡേറ്റ്സും പിസ്താഷ്യോ ആണ് ഇതിലുള്ളത്. എനിക്ക് പിസ്താഷ്യോൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മേലെ കാഷ്യൂ പൊടിച്ചതുകൊണ്ട് മൊത്തത്തിലൊരു നല്ല ഹെൽത്തി സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ സൈനിക്കാക്കാനെ പൂക്കിയാക്കുകയാണെന്നും പറഞ്ഞിട്ട് കേശിൻ്റെ ക്ലിപ്സൊക്കെ എടുത്തു കൊടുന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സിസ്റ്ററും ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് അവരുടെ കൂടെയും എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. എൻ്റെ 3 നാത്തൂമാരാണിത്, അതായത് നിഷ്കാക്കാൻ്റെ സിസ്റ്റേഴ്സ്. ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടിയിട്ട് റീൽസ് ഷൂട്ട് ചെയ്യാണ്. ശരി, ബായ്. ഞങ്ങള് പൊന്നാനി പോവാണ്. നിങ്ങളെ ഞങ്ങള് മിസ് ചെയ്യുന്ന അറിയാം. പിന്നെ ശരി, അങ്ങനെ ഞങ്ങൾ പൊന്നാനിയിലേക്ക് ഇറങ്ങാണ്. അവിടേക്ക് ലഞ്ചിന് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ ഉച്ചക്കത്തെ ഫംഗ്ഷൻ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എളാപ്പ, മുത്താപ്പ, അമ്മായി, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ്. ഞാൻ പാടിയാണ് അടിപൊളി അപ്പൻ്റെ പാട്ട്. അങ്ങനെ ഫുഡ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവരും ചോറൊക്കെ വിളമ്പുകയാണ്.
അമ്മ ഇതാ ഇവിടെ കുനാഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ കുനാഫ് കഴിക്കാൻ പോവാണ്. ഇനി രാത്രി നമുക്കിതാ വേറെ സ്ഥലത്താണ് പരിപാടി. എല്ലാവരും കൂടിയിട്ടുള്ള പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനൊക്കെ റെഡിയായി ഇറങ്ങുകയാണ്. അതിന് മുന്നേ ഒരു ഫോട്ടോ സെഷനാണ്. ഇതാണ് എൻ്റെ ഫാമിലി. പപ്പ, ഉമ്മ, ബ്രദറിൻ്റെ വൈഫ്, മോന്, പിന്നെ സിസ്റ്റർ, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയും പപ്പാൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. പെരുന്നാൾ പൈസക്ക് വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഈ കുട്ടികളൊന്ന് ലൈനിൽ നിർത്തുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമായിരുന്നു. പെരുന്നാൾ പൈസന്റെ ക്യൂ നോക്കിക്കാളെ. പോക്കറ്റിലിട്ട് എത്ര 1000. ജോലിക്ക് കയറണ്ടേനു. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈവനിങ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇപ്രാവശ്യത സലാവുക്കാക്ക, അതായത് നമ്മുടെ TK ഹൗസിൻ്റെ അഭിമാനമായിട്ടുള്ള റൈഹാൻ ഹോസ്പിറ്റൽ MDയും കൂടിയായ സലാവുക്കാക്കയും ഫാമിലിയുമാണ് നമ്മളുടെ പെരുന്നാൾ ഫംഗ്ഷൻ നടത്തുന്നത്. ഓരോ പ്രാവശ്യം ഓരോ ഫാമിലി ആയിട്ടാണ് കേട്ടോ നടത്താറുള്ളത്. ഇപ്രാവശ്യത്തെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കുക, ഇതെല്ലാമാണ് ഇസ്ലാമിക രീതിയിലുള്ള കുടുംബസംഗമങ്ങൾ. എങ്കിൽ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗമമായി ഇത് മാറിയിട്ടു. അങ്ങനെ ആയിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കിലിട്ട് 60 വയസ്സായ സ്മരണയും 60 വയസ്സായ ഞാനും തന്നെ ഈ പരിപാടി ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പെരുന്നാൾ സംഘമാണ് കേട്ടോ ഇത്. നമ്മുടെ TK തറവാട്ടിലുള്ള മെമ്പേഴ്സ്, കുറേയധികം ഫാമിലീസ് എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ കൂടുന്നത്. ഇവിടെ ഇതാ ആദരിക്കലും പിന്നെ പല പല ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നുണ്ട്.
ദ വെരി നെക്സ്റ്റ് ഡേ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ആഹ്വാനം ചെയ്തു. And with this, we come to the end of the quiz. ചെറിയ കുട്ടികൾക്കുള്ള മുട്ടായി പെറുക്കൽ പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. മാഷാ അല്ലാ, ഇത്രയും പേരാണ് നമ്മളുടെ ഇന്നത്തെ ഈദ് പരിപാടിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി ഫങ്ഷനായിരുന്നു. ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ സമ്മാനം കൊടുക്കലാണ്. ലാസ്റ്റായിട്ട് ഇതാ തമ്പോല ഗെയിമും കൂടി കളിച്ച്, ഇത് നല്ല രസമായിട്ടുള്ള ഒരു ഫാമിലി ഗെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങളും 3 സ്ഥലത്തെ പെരുന്നാൾ സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.